നമസ്കാരം. കശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ ബൈസരൻ താഴ്വര പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു മനോഹരമായ ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശത്ത് സത്യത്തിൽ കശ്മീരിലെ ഈ ഇസ്ലാമിക ഭീകരവാദം ആർട്ടിക്കിൾ 370 എഴുത്തുകളയലോടുകൂടി ഒന്നമർന്നപ്പോൾ വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കുണ്ടായിരുന്ന വളരെ അതിമനോഹരമായൊരു ഭൂപ്രദേശമാണ്. വാക്കുകളുടെ വർണ്ണനയ്ക്ക് അതീതമാണ് ആ പ്രദേശത്തിൻ്റെ ഭംഗി എന്ന് തന്നെ പറയേണ്ടി വരും. ആ പ്രദേശത്തേക്ക് ജമ്മു ആൻഡ് കശ്മീരിൽ വിനോദസഞ്ചാരത്തിൻ്റെ ഒരു തോത് വർദ്ധിച്ച് വരുന്നതിനനുസരിച്ച് ആ പ്രദേശത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു വന്നു. കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ 22 വരെ പഹൽഗാം എന്ന സ്ഥലത്തിനടുത്താണ്, അനന്തനാഗിലെ പഹൽഗാം എന്ന സ്ഥലത്തിനടുത്താണ് ഈ ബൈസരൻ താഴ്വര. ആ താഴ്വരയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ 3-4 ഭീകരവാദികൾ, ഇസ്ലാമിക ഭീകരവാദികൾ വിനോദസഞ്ചാരത്തിനെത്തിയവരെ അവരുടെ പാൻ്റ് അഴിച്ചു നോക്കി ഇസ്ലാം മതത്തിൽപ്പെട്ടവരല്ല എന്ന് ഉറപ്പ് വരുത്തി അവരെക്കൊണ്ട് ഇസ്ലാമിക കലിമ ചൊല്ലിക്കുവാൻ ശ്രമിച്ച് ഇസ്ലാമിൻ്റെ ഒരു മന്ത്രമോ തന്ത്രമോ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അതിനെ, ചൊല്ലിക്കുവാൻ ശ്രമിച്ച് അത് അറിയില്ല എന്നുറപ്പ് വരുത്തിയതിന് ശേഷം, അതായത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരല്ല ആ വിനോദസഞ്ചാരികൾ എന്നുറപ്പ് വരുത്തിയതിന് ശേഷം 26 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തി. 26 പേരിൽ ഒരാൾ ആ പ്രാദേശികവാസിയായ ഒരു ഗൈഡാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടത് ഇവരെ തടയുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ്. അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയാണ്. ഇവരെ കൊലപ്പെടുത്തിയതിന് ശേഷം മോദിയോട് പോയി പറയൂ എന്ന് ഈ കൊല്ലപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട്, അത് ഭാര്യമാരാകാം, അമ്മമാരാകാം, സഹോദരിമാരാകാം, അവരോട് നിൻ്റെ മോദിയോട് പോയി പറയൂ ഞങ്ങളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭീകരവാദികൾ വളരെ സ്വച്ഛതയോടുകൂടി വളരെ ശാന്തരായി തന്നെ അവിടുന്ന് പോയി. ആ പ്രദേശത്ത് നിന്ന് പോയപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പ്രദേശവാസികളുടെ ആരുടെയും ഒരു സഹായവും ഈ ആക്രമണങ്ങൾക്ക് വിധേയരായവരുടെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. സൈന്യം അവിടെ എത്തിച്ചേരുന്നത് വരെ ആകെ അവരെ സഹായിക്കുവാൻ ശ്രമിച്ചത് അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഈ ഒരു ഗൈഡാണ്. ഇതാണ് ആ ഭീകരവാദ ആക്രമണത്തിൻ്റെ പശ്ചാത്തലം. 26 പേര് ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിൻ്റെ പ്രതികാര നടപടിയായി പാകിസ്ഥാന് മേൽ ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുകയും അത് ഇനി വരുവാനുള്ള ദിവസങ്ങളിൽ പറയേണ്ട കഥ. ഇന്നത്തെ വിഷയം പഹൽഗാമാണ്. പഹൽഗാമിൻ്റെ ഓർമ്മ ദിവസമാണെന്ന്. ഈ ദിവസം ഓർമ്മിക്കേണ്ട ഓർമ്മപ്പെടുത്തേണ്ട പല കാര്യങ്ങളുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒന്നിലധികം വീഡിയോകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് തത്വമയി ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പല വിഷയങ്ങളും, പാകിസ്ഥാനെതിരെയുള്ള പ്രതിരോധ നടപടികൾ, ഇനി നാം പാലിക്കേണ്ട ജാഗ്രതകൾ, അതായത് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന കരുതൽ നടപടികൾ. കാരണം ഇന്ന് രാജ്യമൊട്ടാകെ ഒരു ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്കും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും വക പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ അതീവ ജാഗ്രത പുലർത്തുകയാണ് രാജ്യമൊട്ടാകെ. പലയിടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്, തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് അസം, ബംഗാൾ പോലുള്ള അതിർത്തി സംസ്ഥാനങ്ങളിൽ കൂടുതൽ ജാഗ്രത കേന്ദ്രസേനകൾ വിന്യസിച്ച പ്രദേശങ്ങൾ വരെയുണ്ട്. ബംഗാളിൽ ഇപ്പോൾ കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം ബംഗാളിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയമാണ്, ഉൾപോരാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. എന്നിരുന്നാലും 150 കോടി, അതിൽ 140 കോടിയെ പലപ്പോഴും കണക്കാക്കാറുള്ളൂ. കാരണം 10 കോടി മനസ്സുകൊണ്ട് 10 അണയ്ക്ക് കുത്തിവാങ്ങും പാകിസ്ഥാനെന്ന് മുദ്രാവാക്യം വിളിച്ചവരുടെ പിൻഗാമികളായി ഇവിടെ അവശേഷിപ്പിച്ചു പോയവരാണ് എന്നൊരു ധാരണ പൊതുമണ്ഡലത്തിൽ ഉയരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് പഹൽഗാം ഭീകരാക്രമണത്തെ വിമർശിക്കുന്നതിൽ കാണിക്കുന്ന വിമുഖത എന്നുള്ളതും വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യത്തിലേക്ക് വന്നാൽ, ജാഗ്രതയിൽ രാജ്യം തുടരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മിക്കേണ്ടതും ഓർമ്മപ്പെടുത്തേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലം എന്താണ്, പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം എന്ന് വളരെ ലളിതമായി നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അതിലും ലളിതമായി ഇതിനെ വിശേഷിപ്പിക്കാവുന്നത് മതം മാത്രമാണ് പ്രശ്നം എന്നുള്ള ധാരണ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളുടെ മറ്റ് മതങ്ങളോടുള്ള അസഹിഷ്ണുതയിൽ നിന്ന് ഉരുവെടുക്കുന്ന ഭീകരവാദം. അസഹിഷ്ണുത ഒരു പരിധിവരെ, എൻ്റെ മതമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് പോലും ജനാധിപത്യത്തിൽ അനുവദനീയമാണ്. എൻ്റെ മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നതും അനുവദനീയമാണ്. ഏത് പരിധിവരെ? ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെ, നിങ്ങളുടെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നത് വരെ.
മറ്റൊരാളോടത് പ്രചരിപ്പിക്കുന്നത് ശരിയാണെന്ന് പലപ്പോഴും അത് മതപ്രചാരണം ജനാധിപത്യം അനുവദിച്ച് നൽകുന്ന അവകാശമാണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ആ പ്രചാരണം നടത്തുമ്പോൾ എൻ്റെ മതമാണ് ശരി എന്ന് പറയുമ്പോൾ നീ പോടാ എൻ്റെ മതമാണ് ശരി എന്ന് അയാൾ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ മതത്തെ നിന്ദിച്ചതായിട്ട് കണ്ടുകൊണ്ട് വാളെടുക്കുമ്പോൾ അവിടെ അവസാനിക്കുന്നു ജനാധിപത്യം മതപ്രചാരണത്തിന് നൽകുന്ന എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും. ആ സ്വാതന്ത്ര്യങ്ങളുടെ ദുരുപയോഗത്തിലൂടെ മതപ്രചരണം എന്നുള്ള പേരിൽ ഭീകരവാദം പ്രചരിപ്പിക്കുന്ന ആളുകൾ രാഷ്ട്രത്തിൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം പാകിസ്ഥാനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച്, കാരണം വിശാലമായ ഒരു അതിർത്തിയിൽ ഓരോ ഇഞ്ചും നിരീക്ഷണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് സാങ്കേതിക വിദ്യകളുടെ അഭാവത്തിൽ പൂർണ്ണമായി 100% സാധ്യമായൊരു കാര്യമല്ല. ഇപ്പോൾ കൂടുതൽ കാര്യക്ഷമമായ അതിർത്തി മുഴുവൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിലുള്ള ചില പരിമിതികൾ സൈന്യത്തിനുമുണ്ട്. ആ പരിമിതികളെ മറികടക്കുവാനാണ് പ്രാദേശികവാസികളുടെ സഹായം സൈന്യത്തിന് വേണ്ടത്. ആ പ്രാദേശികവാസികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതം മാത്രമാണ് പ്രശ്നം. എൻ്റെ മതത്തിൽപ്പെട്ട അപ്പുറത്തു നിന്ന് വരുന്ന പാകിസ്ഥാനിക്ക ഞമ്മൻ്റെ ആൾ, ഈ വിനോദസഞ്ചാരത്തിന് വരുന്ന അഗ്രചർമ്മം ഛേദിക്കപ്പെട്ടിട്ടില്ലാത്ത കലിമ ചൊല്ലാനറിയാത്ത കാഫിർ കൊല്ലപ്പെടേണ്ടവൻ എന്നുള്ളൊരു ധാരണ പൊതുബോധം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് പ്രാദേശികമായ സഹായം ഇത്തരം ഭീകരവാദികൾക്ക് ലഭിക്കുന്നത്. പ്രാദേശികമായ സഹായമില്ലാതെ കശ്മീർ പോലെ ഉള്ള അതീവ സുരക്ഷാ മേഖലകളിൽ ഇത്തരം ഭീകരവാദികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ സാധിക്കില്ല. എന്തിന്? കേരളത്തിൽ മലപ്പുറത്തൊക്കെ ഒളിവിൽ കഴിയുന്ന, കണ്ണൂർ കനകമലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഭീകരവാദികളെ NIA കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നിരവധി നാം കണ്ടിട്ടുണ്ട്, വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? പ്രാദേശികവാസികളുടെ സഹായവും സഹകരണവും ഇല്ലാതെ അധികകാലം ഒരു പ്രദേശത്തും നഗരങ്ങളിൽ പോലും ഒളിവിൽ പാർക്കുവാൻ ഭീകരവാദികൾക്ക് കഴിയില്ല. ഒന്ന്, രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിതാന്ത ജാഗ്രതാപൂർവമായിട്ടുള്ളൊരു വീക്ഷണം അവരുടെ മേൽ എപ്പോഴും ഉണ്ടാകും. ഇത്തരം ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു പ്രവർത്തന ഘടനയുണ്ടല്ലോ, ആ ഘടനയെ പിന്തുടർന്ന് ഒരു നിരീക്ഷണം അവരുടെ മേലുണ്ടാകും. തന്നെയുമല്ല, സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ഒരു പരിസര പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തോ വന്ന് താമസം തുടങ്ങിയാൽ ആ നാട്ടുകാർ ജാഗരൂകരാകും. സ്വതവേ ആ നാട്ടുകാർ അവരുടെ ഉദ്ദേശവും അവരാരാണെന്നും വ്യക്തമായി അറിഞ്ഞു വെച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ. പക്ഷേ മറിച്ച് നാട്ടുകാരവരെ സഹായിക്കാൻ തീരുമാനിച്ച് മനസ്സുകൊണ്ട് ഉറപ്പിച്ചവരാണെങ്കിൽ ഈ വിവരം പുറത്തറിയുവാൻ ഏറെ വൈകും. അത്തരത്തിലുള്ള നിരവധി നാട്ടുകാർ, ഒരു ഭൂരിഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള മനം പരിവർത്തനം ചെയ്യപ്പെട്ടു പോയ, മതം നേരത്തെ പരിവർത്തനം ചെയ്യപ്പെട്ടു പോയ നാട്ടുകാർ കശ്മീരിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. സാന്ദർഭികമായ ഒരു കാര്യവും കൂടി പറയാം. കശ്മീരുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്നതിന് മുൻപ് രൂക്ഷമായ സംവാദങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പലപ്പോഴും അവർ മറുഭാഗം ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്: ഭാരതത്തിന് കശ്മീർ മാത്രം മതിയോ, കശ്മീരികളെ വേണ്ടേ? എൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തിപരമായിട്ട് എല്ലാ കാലത്തും ഞാൻ നിലനിർത്തിപ്പോരുന്ന, ഇപ്പോഴും നിലനിർത്തുന്ന അഭിപ്രായം, കശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കാത്ത ഒരുവനും കശ്മീരികളല്ല. അങ്ങനെയുള്ള ഒരുവനെയും ഭാരതത്തിന് ആവശ്യമില്ല. അത്തരത്തിലുള്ള കശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമല്ല. ഏത് രാജ്യമാണോ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭാഗമാണ് കശ്മീർ എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും കശ്മീരിൻ്റെ ഗ്രാമത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നിരവധി ഉണ്ട് താനും. അത്തരത്തിലുള്ള ആളുകളെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഞാനത് പറഞ്ഞാൽ അത് അക്രമത്തിനുമുള്ള ഒരു പ്രോത്സാഹനമായി കണക്കാക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തഭിപ്രായവും നമുക്ക് ആകാം. കാഫിറിൻ്റെ തല വെട്ടണമെന്നുള്ള അഭിപ്രായം വരെ ആകാം. പക്ഷേ അതൊരിക്കലും പ്രവൃത്തിയിൽ വരുത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. ഉള്ളിൽ തന്നെ ഒതുങ്ങണം. അത്തരത്തിലുള്ള ഒരു അഭിപ്രായം എനിക്ക് ഈ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെക്കുറിച്ച് ഉണ്ട് തന്നെ. പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആഹാരവും വെള്ളവും ഒളിച്ചു താമസിക്കുവാനുള്ള സ്ഥലവും രക്ഷാമാർഗങ്ങളും ഒക്കെ നേരിട്ട് ഇടപെട്ട് ഒരുക്കി കൊടുക്കുന്ന ആളുകളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇത്തരം പ്രവർത്തികൾ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ആ പ്രദേശത്ത് തുടരുന്ന, എന്നാൽ ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒരു
നിയമത്തെയും അറിയിക്കാതെ ഇവർ ഞമ്മൻ്റെ ആളുകളാണ് എന്നുള്ള ധാരണയിൽ നിശബ്ദ പിന്തുണ നൽകുന്നവർ കൂടുതൽ അപകടകാരികളാണ്. അവർ നാളെ ഇവരുടെ സഹായികളായിട്ട് വരാം. ഒരുപക്ഷെ ഇവരെപ്പോലെ തന്നെ സ്വയം ആയുധമെടുത്ത് ഭീകരവാദികളായി ആളുകളുടെ വസ്ത്രമഴിച്ച് നോക്കി അഗ്രചർമ്മമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് കലിമ ചൊല്ലാൻ പറ്റാത്തവരെ വെടിവെച്ചോ വെട്ടിയോ കഴുത്തറുത്തോ ബോംബ് വെച്ചോ കൊലപ്പെടുത്തി എന്നും വരാം. അത്തരത്തിലുള്ള ഒരു ജനസമൂഹം നമ്മുടെ രാഷ്ട്രത്തിനുള്ളിൽ ഇന്നും പലയിടങ്ങളിലും സാമാന്യം തെറ്റില്ലാത്ത സംഖ്യയിലുണ്ട് എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അടിസ്ഥാനപരമായിട്ട് ആ ദൗർഭാഗ്യം ഭാരതം പേറുവാൻ തുടങ്ങിയിട്ട് ഒരു 100-300 വർഷങ്ങളെങ്കിലുമായി. ഓരോ കാലഘട്ടത്തിലും ഭാരതത്തിനെ മതത്തിൻ്റെ പേരിൽ ചതിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ചതിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവരുടെ സ്വാധീനത്തിൽപ്പെടുന്ന മറ്റ് മതത്തിൽപ്പെട്ടവർ, ഇത്തരത്തിലുള്ള രാജ്യദ്രോഹികൾ. ആ രാജ്യദ്രോഹികളുടെ കഥ മറ്റൊരു വശമാണ്. ഇപ്പോൾ പറയുന്നത് ഈ മതത്തിൽപ്പെട്ടവരെക്കുറിച്ച് മാത്രമാണ്. കാരണം മതം മാത്രമാണ് പ്രശ്നം എന്നുള്ള ഒരു അടിസ്ഥാന തത്വമാണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പ്രചോദനം അല്ലെങ്കിൽ അതിൻ്റെ പ്രേരക ശക്തി. ആ പ്രേരക ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ നേരിടുവാനുള്ള ഒരു കരുത്ത് ഭാരതത്തിനുണ്ടാകണമെങ്കിൽ ആദ്യം ഒരു കാര്യം വ്യക്തമായി മനസ്സിലുറപ്പിക്കണം. ഈ മനോഭാവം വെച്ച് സമൂഹത്തിൽ ജീവിക്കുന്നവരെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു കണികയുടെ ബഹിർസ്ഫുരണമെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വ്യക്തിയെ അകറ്റി നിർത്തേണ്ടവനാണ്. നിതാന്തമായി ആ വ്യക്തിയുടെ മേലൊരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇതൊരു പൊട്ടൻഷ്യൽ ഭീകരവാദിയാണ് എന്ന് തന്നെ മനസ്സിലുറപ്പിക്കണം. ആ വ്യക്തിയുടെ ചിന്തകളുടെ ബഹിർസ്ഫുരണം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. വീട്ടിൻ്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു കഥാപാത്രം അറബിക്കഥയിൽ ഗൾഫിൽ ചെന്നിട്ട് ബാത്റൂമിൽ കയറി മുദ്രാവാക്യം വിളിക്കുമല്ലോ, അതുപോലെ വീട്ടിൻ്റെ ബാത്റൂമിൽ കയറി കാഫറുകളെല്ലാം കൊല്ലണേ നാഥ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യം. അതിൻ്റെ അകത്ത് ബാത്റൂമിൻ്റെ അകത്ത് നിൽക്കണം കാഫറുകളെ കൊല്ലുവാനുള്ള പ്രാർത്ഥന. വീടിൻ്റെ പടിക്ക് പുറത്തേക്കിറങ്ങി പൊതുമധ്യത്തിൽ പൊതുമണ്ഡലത്തിൽ അത്തരത്തിലുള്ള ഒരാശയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രചാരമോ പിന്തുണയോ ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആളുകളോ ഒരു സമൂഹമോ നൽകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. മതേതരത്വം എന്നുള്ള ഒരു മുഖം മൂടി അല്ലെങ്കിൽ നമ്മുടെ അവരണിയുന്ന മുഖം മൂടി, നമ്മുടെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന കറുത്ത തുണി, ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് നമ്മുടെ കണ്ണിൽ കെട്ടിയ കറുത്ത തുണി വലിച്ചെറിഞ്ഞ് അവരുടെ മുഖം മൂടി വലിച്ചു കീറേണ്ട ഒരു ആവശ്യകത നമ്മുടെ രാഷ്ട്രത്തിനുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ, സൈനിക വിഭാഗങ്ങൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, സർക്കാരുകൾ ഇവയൊക്കെ എത്ര ശക്തമായ നടപടികൾ എടുത്താലും എത്ര വലിയ സാങ്കേതിക വിദ്യ വിന്യസിച്ചാലും ഭീകരാക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് തന്നെ ഭീകരർ വരണമെന്നില്ല. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ക്യൂബ മുകുന്ദൻ ഇക്കമാർ ബാത്റൂമിൻ്റെ അകത്ത് കാഫറുകളെ കൊല്ലണേ നാഥ എന്ന് പ്രാർത്ഥിച്ചിരുന്നവർ നാളെ കത്തിയും എടുത്തുകൊണ്ട് തെരുവിലേക്കിറങ്ങി 10 പേരെ കുത്തിമലർത്തിയാൽ തന്നെ ഈ അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും വിളിച്ച് നാരെ തക്ബീർ വിളിച്ച് കുത്തിമലർത്തിയാൽ തന്നെ അത് ഭീകരാക്രമണമാണ്. അതിർത്തി കടന്നല്ല മാത്രമല്ല ഭീകരാക്രമണം വരിക, അതിർത്തിക്കുള്ളിൽ നിന്നും വരും. ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ ഡോക്ടർ ഉമർ നബി, ഗുജറാത്തിൽ ജലസ്രോതസ്സുകളിൽ വിഷം കലർത്താൻ ശ്രമിച്ചവർ, ഇപ്പോൾ നിരവധി ഭീകരവാദ സംഘടനകളുടെ ശൃംഖലകൾ ആൻറ്റി ടെററിസ്റ്റ് കോഡും NIAയും ചേർന്ന് സംയുക്തമായി അവരുടെ ഭീകരാക്രമണ പദ്ധതികൾ പൊളിച്ച് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും NIAയ്ക്കും ആൻറ്റി ടെററിസ്റ്റ് കോഡിനും നമ്മുടെ നിയമത്തിനും നിയമപാലകർക്കും വിജയിക്കണം. ഉമർ നബിയെപ്പോലുള്ളവൻ ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ പോലും വഴിയിൽ വെച്ച് പൊട്ടിത്തെറിച്ചാൽ പോലും നിരവധി ആളുകളുടെ ജീവൻ എടുക്കുവാൻ അവന് സാധിക്കും. അവൻ അതുകൊണ്ട് ഹോറിഫൈഡ് ആകും എന്നുള്ളൊരു വിശ്വാസം അവനിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും പറയുന്നു, മതമാണ് മതമാണ് മതം മാത്രമാണ് അവരുടെ പ്രശ്നം. അങ്ങനെ തന്നെ നമ്മൾ കാണണം. മതമാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം. അല്ലാതെ ഇതിന് ഒരു മയപ്പെടുത്തി ഇതിനെ ഒന്ന് നേർപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ അയ്യോ അവർക്ക് വിഷമമാവില്ലേ, സാധാരണക്കാരായി ജീവിക്കുന്ന ആളുകളില്ലേ അവരുടെ ഇടയിൽ, സാധാരണക്കാരായിട്ടുള്ള ജീവിക്കുന്ന ആളുകളുണ്ടാകാം. അത് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത തൽക്കാലം നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു ബാധ്യത നമ്മളെ
തലയിൽ നാം തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, സ്വയമേവ ചുമന്നു കഴിഞ്ഞാൽ, അതിൻ്റെ പിന്നാലെ വരുന്നത് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കേണ്ട ഒരു ബാധ്യതയും കൂടി അവരെടുത്ത് വെച്ച് തരും. ഈ സമാധാനമായിട്ട് ജീവിക്കുന്നവരോട് സമാധാന പ്രേമികളാണെന്ന് നാം അംഗീകരിച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ രാജ്യസ്നേഹം തൽക്കാലം തെളിയിച്ചേ പറ്റുള്ളൂ. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ രാജ്യസ്നേഹം തെളിയിക്കണം. എങ്ങനെ തെളിയിക്കണം? ദിവസവും രാവിലെ വീടിൻ്റെ മുകളിൽ കയറി നിന്ന് ടെറസിൻ്റെ മുകളിലോ പുരപ്പുറത്ത് കയറി നിന്ന് ഭാരത് മാതാ കി ജയ് വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഞമ്മൻ്റെ ആളാണവർ എന്നുള്ള രീതിയിൽ ഒളിച്ചു വയ്ക്കാതെ നിയമത്തെ അറിയിക്കുക, അല്ലെങ്കിൽ അതിന് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഭീകരാക്രമണം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അതിനെ ഒന്ന് അപലപിച്ചേ മതിയാകൂ. കാരണം ഇത്തരത്തിലുള്ള ഭീകരവാദികൾ മതം നോക്കി, അഗ്രചർമ്മമുണ്ടോ ഇല്ലയോ എന്ന് പാൻ്റ് അഴിച്ചു നോക്കി, വസ്ത്രം അഴിച്ചു നോക്കി, കലിമ ചൊല്ലിക്കുവാൻ ശ്രമിച്ച് ചൊല്ലാതെ വരുന്നവരെ, അല്ലെങ്കിൽ ചൊല്ലുവാൻ സാധിക്കാത്തവരെ വെടിവെച്ച് കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുമ്പോൾ, ബോംബ് വെച്ച് കൊല്ലുമ്പോൾ, അത് മതമാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ആ മതമാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ അവർ പിന്തുടരുന്നത് എൻ്റെ മതമല്ല, അവരെൻ്റെ മതത്തിൽപ്പെട്ടവരല്ല എന്ന് നിങ്ങൾക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതിനൊരു സംശയവും വേണ്ട. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക സമൂഹമെല്ലാം മറ്റ് പല കാര്യങ്ങളിലും കാണിക്കുന്ന ഐക്യം പോലെ ഐക്യപ്പെട്ട് ഇവരെ നിഷ്കാസനം ചെയ്ത് പൂർണ്ണമായും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരിക. യാതൊരു തരത്തിലുള്ള പിന്തുണയും അത് മാനസികമാണെങ്കിൽ പോലും ഇവർക്ക് നൽകാതിരിക്കുക. അത് നൽകുന്നിടത്തോളം കാലം, അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഭാരതീയരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നിരന്തരം ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കേണ്ടി വരും. അതിനൊരു സംശയവും വേണ്ട. കാരണം പഹൽഗാമിലും വലുതല്ല. പഹൽഗാം പോലുള്ളൊരു ഭീകരാക്രമണം രാജ്യത്തിൻ്റെ മേൽ വീഴ്ത്തുന്നൊരു കരിനിഴൽ, ആ ഒരു ദുഃഖത്തിൻ്റെ ഭാരത്തിനും മേലല്ല നിങ്ങളുടെ വികാരം വ്രണപ്പെടുന്നത്. ആ വികാരം വ്രണപ്പെട്ടാലും രാജ്യത്തിന് ദുഃഖമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമെങ്കിൽ ആ വികാരം വ്രണപ്പെടുത്തുവാൻ ആളുകൾ തയ്യാറാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു വന്നതുകൊണ്ട് വികാരം വ്രണപ്പെട്ടാലും ഒന്നുമില്ല. എനിക്ക് പ്രധാനം രാജ്യമാണ്. രാജ്യത്തിൻ്റെ മേൽ, എൻ്റെ രാജ്യത്തിൻ്റെ ഒരു അഖണ്ഡതയ്ക്ക് മേൽ, എൻ്റെ രാഷ്ട്രനിവാസികളുടെ മേൽ, മര്യാദയ്ക്ക് ജീവിക്കുന്ന രാഷ്ട്രനിവാസികളുടെ മേൽ, ഞാൻ പറഞ്ഞല്ലോ അത്തരക്കാരെ ഭാരതീയരായിട്ട് ഞാൻ കാണുന്നുള്ളൂ, ഭാരതീയരുടെ മേൽ ഇത്തരം ഭീകരാക്രമണങ്ങളുടെ കരിനിഴൽ വീഴാതിരിക്കുമെങ്കിൽ ചിലരുടെ വികാരം വ്രണപ്പെടുത്തുന്നത് കൊണ്ട് എനിക്കേതും വരാനില്ല. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അതുകൊണ്ട് പെഹൽഗാമിൻ്റെ ഓർമ്മ ദിനത്തിൽ ഇത്തരമൊരു ഓർമ്മപ്പെടുത്തലുമായി തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.